നിങ്ങൾക്ക് 50 രൂപയ്ക്ക് ബോട്ടിങ്ങും അതുപോലെ തന്നെ 100 രൂപയ്ക്ക് കയാക്കിങ്ങും ഒക്കെ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ഫുൾ ഡീറ്റെയിൽസ് ഇതാ ഈ വീഡിയോയിൽ ഉണ്ട് കേട്ടോ. ഇത് തുടർച്ചയായി കാണുക. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ ചാവക്കാട് നാലുമണിക്കാറ്റ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഇപ്പോൾ ഈ ബോട്ടിങ്ങിൻ്റെയും കയാക്കിങ്ങിൻ്റെ ഒക്കെ ഒരു സ്ഥലത്താണുള്ളത്. ഇവിടെ ഈ ഭാഗത്ത് ബോട്ടിങ്ങിൻ്റെയാണ്, അതുപോലെ തന്നെ അപ്പുറ സൈഡിലാണ് കയാക്കിങ്. ഇവിടെ എത്തിപ്പെടണമെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് വരിക, ചാവക്കാട് നിന്ന് 5 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ നാലുമണിക്കാറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുള്ളത്. കടപ്പുറം പഞ്ചായത്തിലാണ്. അത് ഞാൻ ആരോട് ചോദിച്ചാലും, അല്ലെങ്കിൽ അവിടെ ബോർഡുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ഇട്ടാലും നിങ്ങൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും. ഇവിടെ 10 രൂപ കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്കുണ്ട്. അതിനൊന്നും വേറെ പ്രത്യേകിച്ച് പൈസ ഒന്നും വേണ്ട, അതിലൊക്കെ ഇരുത്തി കളിക്കാം. 10 രൂപക്കൊക്കെ ഇന്ന് എന്താ കിട്ടുക? അപ്പോൾ ആ 10 രൂപ കൊടുക്കുന്ന നമുക്കൊക്കെ എല്ലാവർക്കും മുതലാവും. അതുപോലെ തന്നെ നല്ല ഈ പ്രകൃതി സുന്ദരമായിട്ടുള്ള ഈ ഒരു സ്ഥലം കാണണം, അതുതന്നെയാണ് ഏറ്റവും വലുത്. കാണാൻ പറ്റും. ഇനിയിപ്പോൾ വഞ്ചിയിൽ കയറേണ്ട ആൾക്കാർക്ക് വഞ്ചിയിൽ കയറാം, പെഡൽ ബോട്ടിൽ പോകേണ്ടവർക്ക് പെഡൽ ബോട്ടിൽ പോവാം, കൊട്ടവഞ്ചിയിൽ പോകേണ്ടവർക്ക് കൊട്ടവഞ്ചിയിൽ പോവാം. ഇതിനൊക്കെ അവർ ഈടാക്കുന്നത് അരമണിക്കൂറിന് 50 രൂപയാണ് കേട്ടോ. പിന്നെ ആ പാലത്തിൻ്റെ അപ്പുറം പോയിട്ട് വരണമെങ്കിൽ, വഞ്ചിയിലേക്ക് പോയിട്ട് വരുന്നുണ്ടെങ്കിൽ, കുറച്ച് ദൂരമൊക്കെ പോയിട്ട് വരുന്നുണ്ടെങ്കിൽ 100 രൂപ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറോളം ഇട്ട് മൊത്തം കറക്കിയിട്ട് അവർ കൊണ്ടുവരും. വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് തന്നെയാണ് ഇവിടെ ഈ ഡ്യൂട്ടിക്ക് നിൽക്കുന്നത്, അതായത് നമുക്ക് നിർദ്ദേശങ്ങൾ തരാനൊക്കെ നിൽക്കുന്നത്. ഇനി ഇത് രണ്ടാമത്തെ ഒരു ഭാഗമാണ്. ഈ കയാക്കിങ്ങിൻ്റെ ഭാഗം മറ്റു സൈഡിലാണ്. നടക്കാനുള്ള വഴി തന്നെ ഉള്ളൂ. ഇതും നല്ല സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച തരുന്ന ഒരു ഭാഗം തന്നെയാണ് ഇവിടെ. നമ്മളങ്ങനെ ആ ഒരു ഈ ചെറിയൊരു ഇടവഴി കൂടെ നേരെ അവിടെ കടന്നു പോയി കഴിഞ്ഞാൽ കടക്കുന്നിടത്ത് തന്നെ ഇവിടെയും 10 രൂപ എൻട്രി ഫീസ് ഉണ്ട്. ഈ 10 ഒരു നഷ്ടമൊന്നുമല്ല നമുക്കൊന്നും. അങ്ങനെ 10 രൂപ കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ സുന്ദരമായിട്ടുള്ള ഈ സ്ഥലങ്ങൾ കാണാം. അതുപോലെ തന്നെ ഇവർ നമ്മുടെ ജില്ലയിലത്തെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പ്രളയത്തിൻ്റെ സമയത്ത് ഇവർക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവരാണ് രക്ഷപ്പെടുത്താനൊക്കെ പോയിട്ടുള്ളത് ജില്ലയിൽ നിന്ന്. അപ്പോൾ കുറേ ട്രോഫികളും കാര്യങ്ങളൊക്കെ അവിടെ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ നമ്പറൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെക്കുക. ഇവിടുന്ന് 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ 4 മണിക്കൂറിലൊക്കെ ഒരു കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് കയാക്കിങ്ങിൻ്റെ. അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട്, കാരണം കുറച്ചും കൂടി അതിന് കുറച്ചും കൂടി ഡിമാൻഡാണ് ഇത്ര, ആളുകൾ കൂടുതലുള്ള കാരണം ആ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണം. പിന്നെ കയാക്കിൻ്റെ രണ്ടാൾക്ക് പോകാൻ ഒരു പേടി മേടിക്കേണ്ട, അവർ കൂടുതലായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. സ്ത്രീകളാണ് കൂടുതലും അവിടെ കയാക്കിങ്ങിന് വരുന്നത് കണ്ടത് നമ്മൾ പോയ സമയത്ത്. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ എന്താ പറയുക, ചിലവ് കുറവിൽ നമ്മുടെ കുടുംബത്തെ ഒന്ന് സന്തോഷിപ്പിക്കാൻ കിട്ടുന്ന ഈ അവസരങ്ങളൊന്നും നമ്മൾ കളയാതിരിക്കുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ.